ഇപ്പം ഞാൻ നിങ്ങളോട് ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ശരിയാകുമോ, ഇത് ഒക്കുമോ എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വിഷയം അതിസങ്കീർണമാണോ, അത് മെറിറ്റ് കൊണ്ട് വർക്ക് ചെയ്യണതല്ല, യോഗ്യത കൊണ്ട് വർക്ക് ചെയ്യണതല്ല. പിന്നെ എന്തുകൊണ്ട് വർക്ക് ചെയ്യണതാണ്? നിങ്ങളുടെ ഗ്രേസ് കൊണ്ട് വർക്ക് ചെയ്യണതാണ്. ഈശോയുടെ ഒരു നിലപാട് എന്താണെന്നറിയാമോ? ഈ മെറിറ്റില്ലാത്തൊരു വിഷയം വന്നാൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. ഇപ്പം നിനക്ക് ജോലിയില്ല, വീടില്ല, നിൻ്റെ വിവാഹം ഒക്കണില്ല, അപ്പം നിന്നെ രോഗം സുഖമാക്കുന്നില്ല, ഇല്ല എന്നാണ് അവസാനിക്കണമെങ്കിൽ ഇല്ല, നിന്നോട് ചോദിക്കുന്ന ക്ഷേമത്തിന് ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. മെറിറ്റില്ലല്ലോ അവിടെ. ഇപ്പോൾ ഉദാഹരണത്തിന് 21:5 വാശവന് യോഹന്നാൻ 21:5 ശ്രുതികട്ടെ ഹല്ലേലൂയ. അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? വെളുപ്പം കാലത്ത് വന്ന് കർത്താവ് ചോദിക്കുന്ന അപ്പോസ്തലന്മാർ രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ച് മീൻ പിടിക്കാൻ പോയ ആൾക്കാരാണ്. പകൽ മീൻ ഇല്ലാഞ്ഞിട്ടാ, ചൂടുവെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ ചില സമയത്ത് ചില രാശിക്ക് മീനുണ്ടാകത്തില്ല, രാത്രി മാത്രമേ മീനുണ്ടാകത്തുള്ളൂ. കാര്യം കടലിൽ ഇപ്പോഴും അങ്ങനെയാണ്. ഈ സമയത്ത് കടലിൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ മീൻ വരത്തില്ല. അപ്പോൾ അത് താഴെപ്പോയി നിൽക്കും. പിന്നെ സൂര്യൻ അസ്തമിച്ച് വെള്ളം തണുത്ത് കഴിയുമ്പോൾ വെള്ളമല്ല അവസാനം തണുക്കണത്. അപ്പോൾ ഒരു 9 മണിയായി കഴിയുമ്പോഴൊക്കെ വെള്ളം തണുത്ത് തീരത്തുള്ളൂ. കടലിലെ വെള്ളമാണല്ലോ ആദ്യം ചൂടാകണത്, അത് അവസാനം തണുക്കണതും വെള്ളം തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 9 മണിയാകുമ്പോഴൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ ചൂടൊന്ന് കുറയത്തുള്ളൂ രാത്രി. അപ്പോഴാണ് മീൻ വരണത്. അതുകൊണ്ട് ഇവർ രാത്രി പണിക്ക് പോയിരിക്കണതിൻ്റെ കാര്യം അതാ. അപ്പോൾ അവർ പറയും രാത്രി മുഴുവനും പണിപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, വെളുപ്പിനെയാണ് ഈശോ വരുന്നത്. അപ്പോൾ ചോദിക്കണത് എന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. വളരെ മാനുഷികമായൊരു ചോദ്യമാണ്. ഇപ്പം നമ്മളോട് ഈശോ ചോദിക്കുന്ന ചോദ്യമല്ലേ, നിങ്ങൾക്ക് ജോലി കിട്ടിയോ? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഇല്ലെന്ന് പറയും. ഞാൻ കുറേ ടെസ്റ്റ് എഴുതിയിട്ട് എനിക്കും കിട്ടിയില്ലെന്ന് പറയും. അല്ലേ? അതാണ് സംഭവം. അതുതന്നെ ഇത് അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയിരിക്കണതേ ഉള്ളൂ. നിങ്ങൾക്ക് കല്യാണം ആയോ എന്ന് ചോദിക്കുമ്പോൾ പറയും കുറേ ചെക്കന്മാരെ കണ്ടു, ഒന്നും ഒത്തില്ല, ശരിയായില്ലെന്ന് പറയും. അതാണ് ഉത്തരം. അതാണ് നിങ്ങളുടെ ഈ വചനം വായിക്കണം കേട്ടോ. അതായത് മെറിറ്റ് ശരിയായില്ലെന്ന് അതിൻ്റെ അർത്ഥം. മെറിറ്റിൽ ഒത്തില്ല. അതായത് 21:5 എന്താണ്? ഉഷസ്സായപ്പോൾ യേശു കടലിൻ്റെ കരയിൽ വന്നു നിന്നു, എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഈ ചോദ്യം ഇന്നും തുടരുകയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, നാളെ വീട് വെക്കണില്ലേ? വീട് വെച്ചോ? ഇല്ല. പല അപേക്ഷകളും പഞ്ചായത്തിൽ വെച്ചു, ലൈഫ് മിഷനും അപേക്ഷ വെച്ചു, ഇപ്പോഴും നമ്മുടെ അപേക്ഷ എടുത്തിട്ടില്ല. ഇല്ല എന്നാണ് വരണമെങ്കിൽ. നിങ്ങളുടെ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറയുന്നുണ്ട് ഇല്ല എന്ന്. കണ്ട, ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. എന്നുവെച്ചാൽ മെറിറ്റിൽ നടക്കത്തില്ലെന്നതിൻ്റെ അർത്ഥം. 21:5 ഇല്ല. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോ ഇന്നും ചോദിക്കല്ലേ. അപ്പോൾ നമ്മൾ 13:8 13:8 എന്ന് വായിച്ച മക്കളെ. ഹെബ്രായർ 13:8 ശ്രുതികട്ടെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഒന്ന് വായിച്ചേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പൊ ആള് മാറിയിട്ടില്ല. ഇന്നലത്തെ ആള് തന്നെയാണ് ഇന്നും ഉള്ളത്. ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ആൾ തന്നെയാണ് ഇന്ന് നിന്നോട് വീട് വെച്ചില്ലേ എന്ന് ചോദിക്കണത്. സെയിം പേഴ്സൺ. മനസ്സിലായില്ലേ? ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ, മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ച ആൾ തന്നെയാണ് നിന്നോട് കല്യാണം ഒത്തില്ലേ എന്ന് ചോദിക്കണത്. ആ കാര്യം എന്താണ്? ഹെബ്രായർ 13:8 അതിൻ്റെ വചനം. എന്താണ്? യേശുക്രിസ്തു പറഞ്ഞേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരാൾ തന്നെ. എന്നാ ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവനെന്ത് പറഞ്ഞു? ഇനി വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിടുക. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ബൈബിൾ എപ്പോഴും ഇടതുവശവും വലതുവശവും പറയണത് ദൈവത്തിന് ഇടതുവശവും വലതുവശവും ഉള്ളത് കൊണ്ടല്ല.
നന്മയുടെ പക്ഷമാണ്. ഇപ്പം മനുഷ്യപുത്രൻ തൻ്റെ മാലാഖമാരുടെ കൂടെ സന്നിധാനത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് ഉപേക്ഷനാവെന്ന് പറഞ്ഞില്ലേ. അപ്പം പിതാവിന് വലതുവശയുടെ ദിവസം ഉണ്ടായിട്ടല്ല, അത് നന്മയുടെ പക്ഷം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് പറയണത്. എന്നുവെച്ചാൽ എന്നിട്ട് പറയും, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറിറ്റിന് ഇവിടെ ഇടതുവശം എന്നാണ് കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? യോഗ്യതയ്ക്ക് ഇടതുവശവും വരപ്രസാദത്തിന് വലതുവശവുമാണ് പറയണത്. കാരണം അധ്വാനിച്ചില്ലേ രാത്രി അല്ലേ? ഇപ്പം രാത്രി മുഴുവൻ അധ്വാനിച്ചു. അധ്വാനിച്ചതിന് ശേഷം അവർക്കത് കിട്ടിയില്ലല്ലോ, അവിടെ മെറിറ്റിൽ അത് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഈശോ പറയും, ഇനി വരപ്രസാദത്തിലേക്ക് മാറാൻ പറയും. വരപ്രസാദ ജീവിതത്തിൽ ഉടമ്പടിയോടുകൂടി നിങ്ങൾ വലതുവശത്തേക്ക് മാറുകയാണ്. എങ്ങനെയാണ്? വരപ്രസാദ അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം നമ്മൾക്കൊരു ഉറപ്പ് വരുത്തണം, നമ്മൾ വലതുവശത്ത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. മനസ്സിലായില്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എബ്രാഹത്തിനോട് പറയും, നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, കുറ്റമറ്റവനായിരിക്കണം. അതായത് ഈ വലതുവശമാണ്. ചില കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വലതുവശവും ഇടതുവശവും അവിടുത്തെ പ്രശ്നം എന്താണ്? കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാക്കണം, ഒരു സാഹചര്യം ഉണ്ടാക്കണം. നമ്മൾ അതിനു വേണ്ടിയാണ് ഈ വിശുദ്ധീകരണ നടപടികളൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, 2 ആഴ്ച കൂടുമ്പോൾ കത്തോലിക്കരാണെങ്കിൽ നിങ്ങളെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഉദ്ദേശം കൃപ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാര്യം ദൈവത്തിന് ഏത് സമയത്തും ഏത് കണ്ടീഷനിലും ഈ ഡാളിച്ചയുടെ വിഷയം കണ്ടില്ലേ, നമുക്ക് തലമരവിച്ച് ശരിക്കും പറഞ്ഞാൽ 100 കൊല്ലം കന്യാധീനപ്പെട്ടപ്പോൾ പുരയിടം 5 പുരയിടങ്ങളാണ്. അതിൽ 3 തിരിച്ചു പിടിച്ചു 3 മാസത്തിനുള്ളിൽ. ഉടമ്പടിയുടെ 3 മാസം ആയുള്ളത്. അപ്പോൾ അതിനെ 3 തിരിച്ചു പിടിച്ച് എത്രയോ വർഷം ഇത് കിടന്ന അവസ്ഥയായിരുന്നു. അപ്പോഴേ എന്താ സംഭവിച്ചത്? അവിടെ ഉള്ളിൽ തന്നെ കർത്താവ് ഒരു പ്രേരണ കൊടുത്തു. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടണത് അവിടെ ഉള്ളിലും കർത്താവ് ഒരു പ്രേരണ കൊടുക്കും. അതാണ് നമ്മൾ 16:26 വായിച്ചത്. കല്ല് പോലത്തെ ഹൃദയം മാറ്റിയിട്ട് ശിലാതുല്യമായ ഹൃദയം മാറ്റിയിട്ട് വായിച്ചവനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എസെക്കിയേൽ 36:26. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അതായത് നമ്മൾ ആരാണ് നമുക്ക് അഡമൻ്റായിട്ട് നിൽക്കണത്, ആ ആൾക്കാരെ ഈശോ ചേഞ്ച് ചെയ്യും. ഉടമ്പടിയുടെ ഗുണം അതാണ്. ഇപ്പോൾ ഡോണ എന്ന് പറഞ്ഞ് കടത്തുരുത്തിലൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവർ അയർലൻഡ് പ്രോസസ്സിലിരിക്കുകയും പെട്ടെന്ന് അവളുടെ പാസ്പോർട്ട് റിജക്റ്റായി. പാസ്പോർട്ടിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റായി. അപ്പോൾ ഉടനെ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു പുതിയ പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഇവർക്ക് പോകാനാണെങ്കിൽ സമയം വളരെ ചുരുക്കമേ ഉള്ളൂ. അതിനോട് പുതിയ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ 1 മാസം എടുക്കും. അപ്പോൾ ഇവൾ അപ്പോൾ വിറച്ചു പോയി. രാത്രി 10 മണിക്ക് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ വിറച്ചു പോയി. കാര്യം ഈ പാസ്പോർട്ട് എടുത്താൽ 1 മാസം കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇവർ രാവിലെ പാസ്പോർട്ട് ഓഫീസിൽ പോകും. പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ താഴത്തെ ഓഫീസിൽ ചെന്ന് പാസ്പോർട്ട് കാണിക്കുമ്പോൾ പറയും ഇതിന് മിസ്റ്റേക്കൊന്നുമില്ല, അവന്മാർക്ക് തോന്നിയതാണെന്ന് പറയും. എംബസി ഇരിക്കുന്നവന്മാർക്ക് തോന്നിയതാണ്, ഇതിൽ മിസ്റ്റേക്കൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ അതിനേക്കാൾ കൺഫ്യൂഷനാകും. എന്താ കാര്യം? അവർ സമ്മതിക്കുക. അവർ റിജക്റ്റ് ചെയ്തിരിക്കുന്ന പാസ്പോർട്ട് ഇവന്മാരിവിടെ നിന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഇവരുടെ ജീവിതം കട്ടപ്പുക. അപ്പോൾ പ്രശ്നമായി. ഇവർക്ക് ഉടനെ പരിശുദ്ധാത്മാവ് തലക്കിട്ടൊന്ന് ചെറുതായിട്ടും തൊണ്ടിച്ചും പറഞ്ഞ് നേരെ മോളിൽ കയറി പോകാൻ പറഞ്ഞു. അതാണ് ആ സമയത്ത് സഹായിക്കാൻ ഒരാൾ വേണമെങ്കിൽ. അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഇവളുടെ കൂടെ ആരുമില്ല, അവൾക്ക് തന്നെത്താൻ തോന്നിയതാണ് ഇതിൻ്റെ മുകളിൽ ഹയർ ഓഫീസറിനെ പോയി കാണണമെന്ന്. അത് പരിശുദ്ധാത്മാവ് കൊടുത്തെടുത്തോണ്ടല്ല. ഈ മനുഷ്യനെ ഇവിടെ ബ്ലോക്ക് ചെയ്തില്ലേ, ഇതിന് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ കുഴപ്പമില്ല. പിന്നെ ഈ പാസ്പോർട്ട് വെച്ച് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. എല്ലായിടത്തും ഇത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ആകെപ്പാടെ കുഴപ്പത്തിലാവും.
പക്ഷെ പരിശുദ്ധാത്മാവ് തോണ്ടും. എന്നുവെച്ചാൽ പറഞ്ഞ് നേരെ മുകളിൽ ആളിരിപ്പുണ്ട് ചെല്ലാൻ പറയും. ചെല്ലാൻ പറയുമ്പോൾ ചെല്ലണ വഴിക്കായിരിക്കും ആരെങ്കിലും പറയും. അവിടെ ഇരിക്കുന്ന പേരൊക്കെ അവൾ പറയുന്നുണ്ട്, ഞാനത് പറയണില്ല, അത് ശരിയല്ലേ, ഇത് ഓൺലൈൻ ലൈവ് പോവുകയല്ലേ. ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ പേര് അവൾ പറയുന്നുണ്ട്. എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് ആ സാറ് എല്ലാം വെച്ച് താമസിപ്പിക്കുന്ന സാറാണ്. അതാണ് സംഭവം. ആ സാറിനെ കുറിച്ച് പറഞ്ഞവർ ചോദിച്ചോടൊക്കെ പറഞ്ഞത് അയ്യോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കൊല്ലം കിട്ടത്തില്ലെന്ന് പറയും. എങ്കിലും അതാണ് വെച്ച് താമസിപ്പിക്കുന്ന ആളാണ്. അതാണ് ശിരാതുല്യമായ ഹൃദയം എന്ന് പറയുന്നത് ഇല്ലേ. അതെടുത്ത് മാറ്റിയിട്ട് ഇവളെ കയറിച്ചുള്ള സമയത്ത് കർത്താവ് അത് മാംസളമായ ഹൃദയമൊക്കെ മാറ്റും. പാസ്പോർട്ട് ഓഫീസറിൻ്റെ ആ ചേഞ്ചിങ് അതാണ്. ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ കേൾക്കണം. ഞാൻ പണ്ടും ബൈബിൾ വായിച്ചത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ്, അല്ല ബുദ്ധിപരമായ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. മനുഷ്യൻ്റെ ജീവിതം അത് ഇന്ന് കടന്നു പോകുന്ന ഇപ്പം എന്താ പറഞ്ഞില്ലേ, ഇന്നലത്തെ ഈശോ തന്നെയാണ് ഇപ്പോഴത്തെ ഈശോ എന്ന് പറഞ്ഞില്ലേ. അതെന്താ പറഞ്ഞത്? അത് പരിശുദ്ധാത്മായി ഇപ്പം പറഞ്ഞ വചനമാണത്. പരിശുദ്ധാത്മായി ഇപ്പോൾ പറയാം. എബ്രായർ 13:8 ഇന്നലെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ഈശോ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് നിന്നോട് ജോലി കിട്ടിയോ എന്ന് ചോദിക്കണത്. ഒരു സങ്കീർണമായ വിഷയമാണെങ്കിൽ എൻ്റെ മക്കളെ പരമാവധി മെറിറ്റിൽ ഓവർ എംഫസിസ് കൊടുക്കരുത്. മറിച്ച് അതായത് നിങ്ങളുടെ യോഗ്യത, നിങ്ങൾക്ക് മാനുഷികമായി ചെയ്യാവുന്ന വിഷയങ്ങൾ അതിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. വിഷയം സങ്കീർണമാണെങ്കിൽ എന്താണ്, നിങ്ങൾ അത് പതുക്കെ അതിൻ്റെ ഓരോ ഭാഗം എടുത്ത് ഗ്രേസ്ഫുള്ളാക്കി മാറ്റണം. ദൈവിക നടപടി. ബിബിൻ്റെ സാക്ഷ്യം അതല്ലേ. എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ലെന്ന് പറഞ്ഞ് ബിടെക്കിൻ്റെ എൻ്റെ അരിയർ 24 ഉണ്ട്, എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞാൻ പരീക്ഷയുടെ തലേ ദിവസം രാവിലെ കോട്ടയം ബേക്കറി ജംഗ്ഷനിലും ടൗണിലും കൃപാസനം പത്രം ഓരോ വീടുകളിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കണം. ഉച്ചയ്ക്ക് ഞാൻ പോയി പരീക്ഷയ്ക്ക് ഹോളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിൻ്റെ തല കറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കണില്ല, ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അമ്മ പറയും നോ ഇരിക്കടാന്ന് പറയും, ഇരുന്ന് എഴുതലാന്ന് പറയും. പിന്നെ അമ്മ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ മതി, ജയിക്കാനുള്ളതായിട്ടുണ്ടെന്ന്. ആ സാക്ഷ്യം കേട്ടാൽ ഭയങ്കര അഭിഷേകമാണ് അതിന്. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിലായി ഇത് സങ്കീർണമാണ് വിഷയമെന്ന്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഗ്രേസ് വർക്ക് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അതായത് ഒരു വിഷയം മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ മക്കൾ മോർ ഇമ്പോർട്ടൻസ് ഗ്രേസിന് കൊടുക്കണം. കൃപയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, കൃപ ആർജിക്കാനും കൃപയിൽ വളരാനും കൃപ നിറയാനും വേണ്ടി. അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:9 കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻ കേസ് നമുക്ക് മെറിറ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിലും മെറിറ്റ് മതിയെന്ന് നമ്മൾ തീരുമാനിക്കരുത്. മനസ്സിലായില്ലേ? അവരിപ്പോൾ മീനും പിടിച്ചുകൊണ്ട് വരത്തില്ലേ. കർത്താവ് പറഞ്ഞിട്ട് വലതുവശത്ത് വല എറിഞ്ഞിട്ട് അവർ വള്ളം നിറച്ച് മീനും പിടിച്ചുകൊണ്ടാണ് വരണത് ഇല്ലേ. പക്ഷെ അങ്ങനെ വള്ളം നിറച്ച് മീനും പിടിച്ചുകൊണ്ട് വരുമ്പോഴും ഈ കടലിൽ നിന്ന് പിടിക്കാത്ത ഈ വല കിട്ടാത്ത വേറെ 2-3 മത്സ്യവും കൊണ്ട് കർത്താവ് ചുട്ട് അവരെ കാത്തിരിക്കണം. കണ്ടില്ലേ? ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. 153 മത്സ്യങ്ങളും കൊണ്ടാണ് അവർ വരണത്. പക്ഷേ ആ 153 മത്സ്യം ഉണ്ടെങ്കിലും 153 155 കർത്താവ് കൃപ ഒരിക്കലും നിങ്ങളുടെ നമ്മുടെ യോഗ്യത ഒരിക്കലും കൃപയെ തള്ളി മാറ്റാൻ നമ്മൾ അനുവദിക്കരുത്. യു കാച്ച് മീ അല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്നാ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങളെ തലക്കനമാക്കി എടുത്തിട്ട് കൃപയെ തള്ളി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ യോഗ്യത കൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതെനിക്കറിയാം, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നമുക്കവിടെ ആളുണ്ട്, ഇല്ല അത് കുഴപ്പമില്ല, നമുക്ക് പൈസ ഓൾറെഡി ബാങ്കിലുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് പറയണതാണ് നമ്മൾ. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടേ പോകത്തുള്ളൂ. അതേ ഉണ്ടാകാം, അത് ഉള്ളത് ദൈവം തന്നതാണ്. പക്ഷേ എല്ലാ ഉള്ളായ്മയേക്കാൾ വലുതാണ് കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ. മോസസ് എന്താ പറയണത്? നീ ഞങ്ങളുടെ കൂടെ വന്ന ടേക്ക് ദ സൺ, ടേക്ക് ദ വേഴ്സിക്കിൾ. അതായത് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. എന്തിനാണ് ഈ വരേണ്ടത്? ഈ മെറിറ്റ് ഉണ്ടെങ്കിലും പിന്നെ എന്തിനാ ദൈവത്തെ നമുക്ക് കിട്ടണത്?
ദൈവം തന്നെ ആഗ്രഹിച്ച് സാന്നിധ്യം നൽകിയ ഒരു ഉടമ്പടി ഉണ്ടാക്കി നമ്മുടെ കൂടെ വരുന്ന എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മകളും മകനുമാണ് നീയെങ്കിലേ യു ആർ നോട്ട് എൻ ഓർഡിനറി വുമൺ, ഓർഡിനറി മാൻ, യു ആർ ഡിഫറെൻറ്റ് മാൻ, യു മസ്റ്റ് ബി എ ഡിഫറെൻറ്റ് മാൻ. നിങ്ങളൊരു പ്രത്യേക ആൾക്കാരായി മാറണമെന്ന് വചനത്തിൻ്റെ ഒരു ആന്തരിക സ്വപ്നമാണത്. വായിച്ചോളൂ. പുറപ്പാട് 33:16. ഒന്ന് പറഞ്ഞ പുറപ്പാട് 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, എന്ന് പറഞ്ഞ അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. We will be a different people. ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന്. കൃപ നിങ്ങളെ വ്യത്യസ്തരാക്കാൻ കൈയിടിച്ച് കർത്താവ് എന്ന് വെച്ചാൽ നിന്റെ യോഗ്യതയെ കർത്താവ് അവമതിക്കത്തില്ല. നിന്റെ ബുദ്ധി, നിന്റെ ശക്തി, നീ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത്, നീ 2 മണിവരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടില്ലേ? അന്യരാജ്യങ്ങളിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്ന മക്കൾ എന്നോട് പറയാം, അച്ഛാ 2 മണി 3 മണി വരെ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീയൊക്കെ പോയ പോലെയല്ല, ക്ഷീണിച്ച്. എൻ്റെ ഇടവകക്കാരൊക്കെ പോയിട്ട് വരുമല്ലേ, അപ്പോൾ ഇങ്ങനെ കോലം തിരിഞ്ഞൊക്കെ വരും. അപ്പം ഞാൻ പറഞ്ഞു, നീയൊക്കെ ഇങ്ങനെ കൊല തിരിയേണ്ട കാര്യം എന്താണ്? എൻ്റെ അച്ഛാ രാത്രി 1 മണി വരെ 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമെന്ന്. എൻ്റെ ദൈവവേദന അത് മെറിറ്റാണ്, അയോഗ്യതയാണ്. അത് ദൈവം തള്ളിക്കളയത്തില്ല. നീ രാത്രി 3 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരും നീ പഠിച്ച മണിക്കൂറും ഉണ്ട്. അതാണ് പറയണത്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാൻ പറയും. അതാണ് മെറിറ്റ് കൊണ്ടുവരാൻ. അല്ലാതെ ഈശോ തന്നത് മാത്രമല്ല, നിങ്ങളുടെ അധ്വാനത്തെ അവൻ വിലമതിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് നേടിയത് അവൻ അംഗീകരിക്കുന്നു. എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. ആദ്യം രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ, പിന്നീട് ഈശോ മറ്റു തരത്തിലുള്ള വേഷം അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കേണ്ട സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. കർത്താവ് ഇത്രയും വചനം നമുക്ക് നൽകിയെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച് സാക്ഷികളാക്കി മാറ്റും. മക്കളെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. എല്ലാ ദിവസവും കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ സൗഖ്യങ്ങൾ, ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരിടമാണത്. നിന്നെയും കർത്താവ് ഇവിടേക്ക് വിളിച്ചിരിക്കണത് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറ്റാൻ വേണ്ടിയാണ്. അച്ഛൻ നിന്നോട് പറഞ്ഞത്, ഈശോ എന്നിലൂടെ സംസാരിച്ചത്, നീ നിലനിൽക്കണമെന്നാണ്. ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് നീ ഇത് അവസാനിപ്പിക്കരുത്. മറിച്ച് നിൻ്റെ ദൈവം വിശ്വസ്തനാണ്. നിൻ്റെ ദൈവം മോശസിൻ്റെ ദൈവമാണ്. നിൻ്റെ ദൈവം നിൻ്റെ അമ്മയുടെ ദൈവമാണ്. ഏത് കാലാവസ്ഥയിലും നിൻ്റെ കൂടെ നിൽക്കും. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും നടുവിൽ കൈവെക്കുക. ഒരു കൈ വെച്ചാൽ മതി കേട്ടോ, ഒരു കൈ വെച്ചാൽ മതി. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും കശേരികളൊക്കെ അകന്നിരിക്കുന്നവരും നടക്കാൻ പറ്റാത്തവരും ബെൽറ്റിട്ടിരിക്കുന്നവരും നടുവിൽ കൈവെക്കുക. എൻ്റെ കൈ കർത്താവിന് കൈ ആക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. ഞാനീ വെച്ചിരിക്കുന്ന കൈ ഒരു നിമിഷം കർത്താവിൻ്റെ ആണിപ്പെടുത്താർന്ന വലതുകരമാക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനയുള്ളവരും ശ്വാസകോശ രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഹൃദയത്തിന് വാൽവിന് ചുരുക്കമുള്ളവർ, ബ്ലോക്കുള്ളവർ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കഴുത്തിൽ കൈവെക്കുക. മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവെക്കുക. പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. സർവാംഗം പല രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കുക. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടിടത്ത് നിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, കർത്താവിൻ്റെ
ശരീരത്തിലുള്ള ചമ്മട്ടിപ്പാടുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അത് അധികരിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. നീ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന ചമ്മട്ടിപ്പാടുകളെ അധികരിച്ചുകൊണ്ട് അടിയൻ അങ്ങയുടെ മുറിവിലാണല്ലോ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുക എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുൾക്കിരീടം തറഞ്ഞിരുന്ന നിന്റെ തിരിച്ചോര ഇറ്റ് വീഴുന്നത് കർത്താവേ വിശ്വാസത്തിന്റെ മനസ്സിൽ ഞങ്ങൾ കാണുകയും ഏറ്റുപറയുകയും ആത്മീയ രക്തം ആ കൃപയുടെ രക്തം ഇപ്പോൾ നിന്റെ നാഥനും രക്ഷകനുമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ തളിക്കണമേ. ഉള്ളംകാൽ മുതലേ ഉച്ചവരെ ആന്തരിക അവയവങ്ങൾക്കുള്ള മുഴുവൻ രോഗങ്ങള് വാദരോഗങ്ങള് എല്ലാവിധത്തിലുള്ള അലർജി രോഗങ്ങള് അവയവത്തിലുണ്ടാകുന്ന അവയവ രോഗങ്ങള് ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിലെ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ. സാക്ഷികളായി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു.